ഓം ശാന്തി 29/4/2025 പ്രഭാതമുരളി. മധുരമായ കുട്ടികളെ, ഇത് നിങ്ങളുടെ വളരെ അമൂല്യമായ ജന്മമാണ്. ഈ ജന്മത്തിൽ നിങ്ങൾ മനുഷ്യനിൽ നിന്ന് ദേവതയായി മാറുന്നതിന് വേണ്ടി പാവനമായി മാറുന്നതിന്റെ പുരുഷാർത്ഥം ചെയ്യണം. ചോദ്യം: ഈശ്വരീയ സന്താനമാണെന്ന് പറയുന്ന കുട്ടികളുടെ മുഖ്യ ധാരണ എന്തായിരിക്കും? ഉത്തരം: അവർ പരസ്പരം വളരെ വളരെ പാലുപോലുള്ള സ്വഭാവക്കാരായിരിക്കും. ഒരിക്കലും ഉപ്പുവെള്ളമാവുകയില്ല. ആരാണോ ദേഹാഭിമാനമുള്ള മനുഷ്യർ, അവർ തലതിരിഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ് വഴക്കടിക്കുന്നു. നിങ്ങൾ കുട്ടികളിൽ ആ സ്വഭാവം ഉണ്ടാവുക സാധ്യമല്ല. ഇവിടെ നിങ്ങൾ ദൈവിക ഗുണം ധാരണ ചെയ്യണം. കർമാതീത അവസ്ഥ നേടണം. ഓം ശാന്തി. ആദ്യമാദ്യം ബാബ കുട്ടികളോട് പറയുകയാണ്, ദേഹി അഭിമാനി ഭവ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കൂ. ഗീത മുതലായവയിലെല്ലാം എന്തു തന്നെ ഉണ്ടെങ്കിലും പക്ഷെ അതെല്ലാം ഭക്തിമാർഗത്തിലെ ശാസ്ത്രങ്ങളാണ്. ബാബ പറയുന്നു, ഞാൻ ജ്ഞാനത്തിന്റെ സാഗരമാണ്. നിങ്ങൾ കുട്ടികൾക്ക് ജ്ഞാനം കേൾപ്പിക്കുകയാണ്. ഏത് ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്? സൃഷ്ടിയുടെ അല്ലെങ്കിൽ ഡ്രാമയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമാണ് കേൾപ്പിക്കുന്നത്. ഇത് പഠിപ്പാണ്. ചരിത്രവും ഭൂമിശാസ്ത്രവുമാണല്ലോ. ഭക്തിമാർഗത്തിൽ ആരും ചരിത്രവും ഭൂമിശാസ്ത്രവും ഒന്നും പഠിക്കുന്നില്ല, പേരും എടുക്കുന്നില്ല. സാധു സന്യാസിമാരെല്ലാം ഇരുന്ന് ശാസ്ത്രം പഠിക്കുന്നു. ഈ ബാബയാണെങ്കിൽ ഒരു ശാസ്ത്രവും പഠിച്ചല്ല കേൾപ്പിക്കുന്നത്. ഈ പഠിപ്പിലൂടെ നിങ്ങളെ മനുഷ്യനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നു. നിങ്ങൾ വരുന്നത് തന്നെ മനുഷ്യനിൽ നിന്ന് ദേവത ആകാനാണ്. അതും മനുഷ്യനാണ്, ഇതും മനുഷ്യനാണ്. പക്ഷെ ഇവർ ബാബയെ വിളിക്കുന്നു, അല്ലയോ പതിത പാവന, വരൂ. ദേവതകൾ പാവനമാണെന്നറിയാം. ബാക്കി എല്ലാവരും അപവിത്ര മനുഷ്യരാണ്. അവർ ദേവതകളെ നമിക്കുന്നു. ദേവതകൾ പാവനമാണെന്നും തങ്ങൾ പതിതമാണെന്നും മനസ്സിലാക്കുന്നു. പക്ഷേ ദേവതകൾ പാവനമായത് എങ്ങനെയാണ്? ആരാണ് ആക്കിയത്? ഇതൊരു മനുഷ്യർക്കും അറിയുകയില്ല. അതിനാൽ ബാബ മനസ്സിലാക്കി തരികയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കണം. ഇതിൽ തന്നെയാണ് പരിശ്രമം. ദേഹാഭിമാനി ആകരുത്. ആത്മാവ് അവിനാശിയാണ്. സംസ്കാരവും ആത്മാവിലാണ് ഉണ്ടാവുന്നത്. ആത്മാവ് തന്നെയാണ് നല്ലതും മോശവുമായ സംസ്കാരം എടുത്തു പോകുന്നത്. അതുകൊണ്ട് ബാബ പറയുകയാണ്, ദേഹി അഭിമാനി ആകൂ. തന്റെ ആത്മാവിനെ പോലും ആരും അറിയുന്നില്ല. എപ്പോഴാണോ രാവണരാജ്യം ആരംഭിക്കുന്നത്, അപ്പോൾ ഇരുട്ടിന്റെ മാർഗം ആരംഭിക്കുന്നു. ദേഹാഭിമാനിയായി മാറുന്നു. ബാബ മനസ്സിലാക്കി തരികയാണ്, നിങ്ങൾ ഇവിടെ ആരുടെ അടുത്താണ് വന്നിരിക്കുന്നത്? ഇദ്ദേഹത്തിന്റെ അടുത്ത് അല്ല. ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് ഇദ്ദേഹത്തിന്റെ അനേക ജന്മങ്ങളുടെ അവസാനത്തെ പതീത ജന്മമാണ്. എങ്ങനെയുള്ള അനേക ജന്മം? അതും പറഞ്ഞു. പകുതി കൽപ്പം പവിത്ര ജന്മം, പകുതി കൽപ്പം പതീത ജന്മം. അതിനാൽ ഇതും പതീതമായി കഴിഞ്ഞു. ബ്രഹ്മാവ് സ്വയം ദേവത അഥവാ ഈശ്വരൻ എന്ന് പറയുന്നില്ല. മനുഷ്യർ മനസ്സിലാക്കുന്നു, പ്രജാപിത ബ്രഹ്മാവ് ദേവതയായിരുന്നു. അതുകൊണ്ടാണ് ബ്രഹ്മ ദേവതായ നമഃ എന്ന് പറയുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ബ്രഹ്മാവ് പതീതമായിരുന്നു. അനേകം ജന്മങ്ങളുടെ അന്തിമ ജന്മത്തിൽ അദ്ദേഹം വീണ്ടും പാവനമായി മാറി ദേവതയായി മാറുന്നു. നിങ്ങൾ BK ആണ്. നിങ്ങളും ബ്രാഹ്മണരാണ്. ഈ ബ്രഹ്മാവും ബ്രാഹ്മണനാണ്. ഇവരെ ദേവതയെന്ന് ആരാണ് പറയുന്നത്? ബ്രഹ്മാവിനെ ബ്രാഹ്മണൻ എന്നാണ് പറയുന്നത്, ദേവതയെന്നല്ല. ഇദ്ദേഹം എപ്പോഴാണോ പവിത്രമായി മാറുന്നത്,
അപ്പോൾ പോലും ബ്രഹ്മാവിനെ ദേവതയെന്ന് പറയുകയില്ല. വിഷ്ണു, അതായത് ലക്ഷ്മി നാരായണൻ ആകാത്തിടത്തോളം ദേവതയെന്ന് പറയില്ല. നിങ്ങൾ ബ്രാഹ്മണിമാരാണ്. നിങ്ങളെ ആദ്യം ശൂദ്രനിൽ നിന്ന് ബ്രാഹ്മണൻ, ബ്രാഹ്മണനിൽ നിന്ന് ദേവതയാക്കി മാറ്റുന്നു. ഇത് നിങ്ങളുടെ അമൂല്യ വജ്രസമാന ജന്മമെന്ന് പറയപ്പെടുന്നു. കർമ്മഭോഗം ഉണ്ടാവുക തന്നെ ചെയ്യും. അതിനാൽ ഇപ്പോൾ ബാബ പറയുകയാണ്, സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനായ എന്നെ ഓർമ്മിച്ചുകൊണ്ടിരിക്കൂ. ഇത് പ്രാക്ടീസ് ആവുമ്പോൾ വികർമ്മം വിനാശമാകും. ദേഹധാരിയാണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാവുകയില്ല. ആത്മാവ് ബ്രാഹ്മണനല്ല, ഒപ്പം ശരീരമുണ്ടെങ്കിലാണ് ബ്രാഹ്മണൻ, പിന്നീട് ദേവത, ശൂദ്രൻ എല്ലാം ആവുന്നത്. അതിനാൽ ഇപ്പോൾ ബാബയെ ഓർമ്മിക്കുന്നത് പരിശ്രമമാണ്, സഹജയോഗവുമാണ്. ബാബ പറയുകയാണ്, സഹജത്തിലും സഹജമാണ്. ചിലർക്ക് പിന്നെ ബുദ്ധിമുട്ടും ഒരുപാടുണ്ട്. ഇടയ്ക്കിടെ ദേഹാഭിമാനത്തിൽ വന്ന് ബാബയെ മറക്കുന്നു. ദേഹി അഭിമാനി ആകുന്നതിൽ സമയമെടുക്കുമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഏകരസമാകുമ്പോൾ ബാബയുടെ ഓർമ്മ സ്ഥായിയായി നിലനിൽക്കുന്നു. ഇങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഇല്ല, കർമാതീത അവസ്ഥ പ്രാപ്തമാക്കിയാൽ പിന്നെ ശരീരവും നിലനിൽക്കില്ല. പവിത്രാത്മാവ് ഭാരരഹിതമായതും ശരീരം ഉപേക്ഷിക്കുന്നു. പവിത്ര ആത്മാവിന്റെ ഒപ്പം അപവിത്ര ശരീരത്തിനിരിക്കാൻ സാധിക്കില്ല. ഈ ദാദ മറുകര എത്തിച്ചേർന്നു എന്നല്ല. ഇതും പറയുന്നു, ഓർമ്മിക്കുന്നതിൽ വലിയ പരിശ്രമമാണ്. ദേഹാഭിമാനത്തിൽ വരുന്നത് കൊണ്ട് തലതിരിഞ്ഞ കാര്യങ്ങൾ പറയുക, വഴക്കടിക്കുക, തർക്കിക്കുക എന്നിവയെല്ലാം ഉണ്ടാകുന്നു. നമ്മളെല്ലാ ആത്മാക്കളും സഹോദര സഹോദരങ്ങളാണ്. പിന്നെ ആത്മാക്കൾക്ക് ഒന്നും സംഭവിക്കുകയില്ല. ദേഹാഭിമാനത്തിലൂടെ തന്നെയാണ് കരച്ചിലും വരുന്നത്. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ ദേഹി അഭിമാനിയായി മാറണം. എങ്ങനെയാണോ ദേവതകൾ പാലുപോലുള്ള സ്വഭാവമായിരിക്കുന്നത്, അതുപോലെ നിങ്ങൾ കുട്ടികളും പരസ്പരം പാലുപോലെ ആയിരിക്കണം. നിങ്ങൾ ഒരിക്കലും ഉപ്പുവെള്ളമാകരുത്. ആരാണോ ദേഹാഭിമാനിയായ മനുഷ്യർ, അവർ തലതിരിഞ്ഞ കാര്യങ്ങൾ പറയുകയും വഴക്കടിക്കുകയും തർക്കിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ കുട്ടികളിൽ ആ സ്വഭാവം ഉണ്ടായിരിക്കാൻ സാധിക്കില്ല. ഇവിടെയാണെങ്കിൽ നിങ്ങൾക്ക് ദേവതയായി മാറുന്നതിനു വേണ്ടി ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. കർമാതീത അവസ്ഥ പ്രാപ്തമാക്കണം. ഈ ശരീരം, ഈ ലോകം പഴയതും തമോ പ്രധാനവുമാണ്. പഴയ വസ്തുവിനോട്, പഴയ ബന്ധത്തോട് വിരക്തി ഉണ്ടാവണം. ദേഹാഭിമാനത്തിന്റെ കാര്യങ്ങൾ ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ പാപം വിനാശമാകും. അനേകം കുട്ടികൾ ഓർമ്മയുടെ കാര്യത്തിൽ തോറ്റുപോകുന്നുണ്ട്. ജ്ഞാനം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ വളരെ തീക്ഷ്ണമായി പോകുന്നു. പക്ഷെ ഓർമ്മിക്കുന്നതിന്റെ പരിശ്രമമാണ് വളരെ വലുത്. വലിയ പരീക്ഷയാണ്. പകുതി കൽപ്പത്തിലെ പഴയ ഭക്തന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഭക്തിയിൽ ആരാണോ അവസാനം വരുന്നത്, അവർക്കിത്രയും മനസ്സിലാക്കാൻ സാധിക്കില്ല. ബാബ ഈ ശരീരത്തിൽ വന്ന് പറയുകയാണ്, ഞാൻ ഓരോ 5000 വർഷങ്ങൾക്ക് ശേഷവും വരുന്നു. ഡ്രാമയിൽ എനിക്ക് പാർട്ടുണ്ട്. ഞാൻ ഒരു തവണ മാത്രമാണ് വരുന്നത്. ഇത് അതേ സംഗമയുഗമാണ്. യുദ്ധവും മുന്നിൽ നിൽക്കുകയാണ്. ഈ നാടകം 5000 വർഷത്തിന്റേതാണ്. കലിയുഗത്തിന്റെ ആയുസ് ഇപ്പോൾ 4000 വർഷമാണെങ്കിൽ എന്താണ് സംഭവിക്കുകയെന്ന് പറയാൻ സാധിക്കില്ല. അവരാണെങ്കിൽ പറയുകയാണ്, അഥവാ ഭഗവാൻ വരികയാണെങ്കിൽ പോലും ഞങ്ങൾ ശാസ്ത്രങ്ങളുടെ പാത ഉപേക്ഷിക്കുകയില്ല. ഇതും അറിയുകയില്ല 40,000 വർഷങ്ങൾക്ക് ശേഷം ഏത് ഭഗവാനാണ് വരിക എന്ന്. കൃഷ്ണ ഭഗവാൻ വരുമെന്ന് ചിലർ മനസ്സിലാക്കും. കുറച്ചുകൂടി മുന്നോട്ടു പോകുമ്പോൾ നിങ്ങളുടെ പേര് പ്രസിദ്ധമാകും.
പക്ഷേ ഈ അവസ്ഥ ഉണ്ടാക്കണം. പരസ്പരം വളരെ വളരെ സ്നേഹം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഈശ്വരീയ സന്താനങ്ങളാണല്ലോ. നിങ്ങൾ ഈശ്വരീയ സഹായികളാണെന്ന് പാടാറുണ്ടല്ലോ. ഞങ്ങൾ പതീത ഭാരതത്തെ പാവനമാക്കി മാറ്റുന്നതിൽ ബാബയുടെ സഹായികളാണെന്ന് പറയുന്നു. ബാബ കൽപ്പകൽപ്പം ഞങ്ങൾ ആത്മാഭിമാനികളായി മാറി അങ്ങയുടെ ശ്രീമത്തിലൂടെ യോഗബലം കൊണ്ട് ഞങ്ങളുടെ വികർമ്മം വിനാശമാക്കുന്നു. യോഗബലമാണ് ശാന്തിയുടെ ബലം. ശാന്തിയുടെ ബലവും സയൻസിന്റെ ബലവും തമ്മിൽ രാവിന്റെയും പകലിന്റെയും വ്യത്യാസമുണ്ട്. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരം ഉണ്ടായിക്കൊണ്ടിരിക്കും. തുടക്കത്തിൽ എത്ര കുട്ടികൾക്ക് സാക്ഷാത്കാരമുണ്ടായി, പാട്ടഭിനയിച്ചു. ഇന്ന് അവരില്ല. മായ വിഴുങ്ങിക്കളഞ്ഞു. യോഗത്തിലിരിക്കാത്തതുകൊണ്ട് മായ പിടിക്കുന്നു. ഭഗവാൻ നമ്മെ പഠിപ്പിക്കുകയാണെന്ന് എപ്പോഴാണോ കുട്ടികൾ അറിയുന്നത്, അപ്പോൾ പിന്നെ നിയമമനുസരിച്ച് പഠിക്കണം. ഇല്ല എങ്കിൽ വളരെ വളരെ കുറഞ്ഞ പദവി ലഭിക്കും. ശിക്ഷകളും ഒരുപാട് അനുഭവിക്കും. പാടാറുമുണ്ടല്ലോ, ജന്മജന്മാന്തരത്തെ പാപിയാണ് എന്ന്. അവിടെ സത്യയുഗത്തിൽ രാവണന്റെ രാജ്യമില്ല. അതിനാൽ വികാരത്തിന്റെ പേര് പോലും ഉണ്ടാവുക സാധ്യമല്ല. അത് സമ്പൂർണ്ണ നിർവികാരി രാജ്യമാണ്. അത് രാമരാജ്യമാണ്. ഇത് രാവണ രാജ്യമാണ്. ഈ സമയം എല്ലാം തമോപ്രധാനമാണ്. ഓരോ കുട്ടികളും തന്റെ സ്ഥിതി പരിശോധിക്കണം. നമുക്ക് ബാബയുടെ ഓർമ്മയിൽ എത്ര സമയം ഇരിക്കാൻ സാധിക്കുന്നുണ്ട്? ദൈവിക ഗുണങ്ങൾ എത്രത്തോളം ധാരണ ചെയ്തിട്ടുണ്ട്? മുഖ്യമായ കാര്യം ഉള്ളിലേക്ക് നോക്കണം. എന്നിൽ യാതൊരു അവഗുണവും ഇല്ലല്ലോ. നമ്മുടെ കഴിക്കലും കുടിക്കലും എങ്ങനെയുള്ളതാണ്? മുഴുവൻ ദിവസത്തിലും ഒരു വ്യർത്ഥമായ കാര്യം അഥവാ അസത്യം പറയുന്നില്ലല്ലോ. ശരീര നിർവാഹാർത്ഥവും അസത്യം മുതലായവ പറയേണ്ടി വരുമല്ലോ. പിന്നീട് ആ പാപം കുറയ്ക്കാൻ വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നു. നല്ല കർമ്മം ചെയ്യുകയാണെങ്കിൽ അതിന്റെയും റിട്ടേൺ ലഭിക്കുന്നു. ആരെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടാക്കുകയാണെങ്കിൽ അടുത്ത ജന്മത്തിൽ നല്ല ആരോഗ്യം ലഭിക്കും. കോളേജ് ഉണ്ടാക്കുകയാണെങ്കിൽ നന്നായി പഠിക്കും. പക്ഷെ പാപത്തിന്റെ പ്രായശ്ചിത്തം എന്താണ്? അതിനുവേണ്ടി പിന്നെ ഗംഗാസ്നാനം ചെയ്യാൻ പോകുന്നു. ബാക്കി ആരാണോ ധനദാനം ചെയ്യുന്നത് അതിന്റെ ഫലം അടുത്ത ജന്മത്തിൽ ലഭിക്കുന്നു. അതിൽ പാപം ഇല്ലാതാകുന്നതിന്റെ കാര്യം വരുന്നില്ല. അത് ധനത്തിന്റെ കൊടുക്കൽ വാങ്ങൽ ആണ്. ഈശ്വരാർത്ഥം നൽകി ഈശ്വരൻ അല്പകാലത്തേക്ക് വേണ്ടി നൽകുന്നു. ഇവിടെ നിങ്ങൾക്ക് ബാബയുടെ ഓർമ്മയിലൂടെ പാവനമായി മാറണം. അല്ലാതെ വേറെ ഒരുപായവുമില്ല. പാവനമായാൽ പിന്നെ പതിത ലോകത്തിലിരിക്കുകയില്ല. അവർ പരോക്ഷമായി ഈശ്വരാർത്ഥം ചെയ്യുന്നു. ഇപ്പോഴാണെങ്കിൽ ഈശ്വരൻ പറയുന്നു, പാവനമാക്കി മാറ്റുന്നതിന് ഞാൻ സന്മുഖത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ദാതാവാണ്. എനിക്ക് നിങ്ങൾ നൽകുകയാണ് എങ്കിൽ ഞാൻ തിരിച്ചു നൽകുന്നു. ഞാൻ ഒരിക്കലും എന്റെ പക്കൽ വെക്കുന്നില്ല. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ് കെട്ടിടങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. സന്യാസിമാർ അവരവർക്ക് വേണ്ടി വലിയ വലിയ കൊട്ടാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നു. ഇവിടെയാണെങ്കിൽ ശിവബാബ തനിക്ക് വേണ്ടി ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. പറയുന്നു, ഇതിന്റെ റിട്ടേൺ 21 ജന്മത്തേക്ക് പുതിയ ലോകത്തിൽ ലഭിക്കും. കാരണം നിങ്ങൾ സന്മുഖത്താണ് കൊടുക്കൽ വാങ്ങൽ നടത്തുന്നത്. ആരാണോ പൈസ നൽകുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഭക്തിമാർഗത്തിലും ദാതാവാണ്, ഇപ്പോഴും ദാതാവാണ്. അത് പരോക്ഷമാണ്. ഇത് നേരിട്ടാണ്. ബാബ പറയുകയാണ്, എന്തുണ്ടെങ്കിലും അത് കൊണ്ടുപോയി സെന്റർ തുറക്കൂ. മറ്റുള്ളവരുടെ മംഗളം ചെയ്യൂ. ഞാനും സെന്റർ തുറക്കുന്നുണ്ടല്ലോ. കുട്ടികൾ നൽകിയതാണ്. കുട്ടികൾക്ക് തന്നെയാണ് സഹായവും ചെയ്യുന്നത്.
ഞാൻ ഒരിക്കലും എന്റെ പക്കൽ പൈസ എടുത്ത് വെക്കുന്നില്ല. ഞാൻ വന്ന് ഇതിൽ, അതായത് ബ്രഹ്മബാബയിൽ പ്രവേശിക്കുകയാണ്. ഇദ്ദേഹത്തിലൂടെ കർത്തവ്യം ചെയ്യിപ്പിക്കുകയാണ്. ഞാനാണെങ്കിൽ സ്വർഗത്തിൽ വരുന്നില്ല. ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാൻ അഭോക്താവാണ്. ഒന്നും എടുക്കുന്നില്ല. കാല് പിടിക്കൂ എന്നും പറയുന്നില്ല. ഞാൻ നിങ്ങൾ കുട്ടികളുടെ ഏറ്റവും അനുസരണയുള്ള സർവന്റാണ്. ഇതും നിങ്ങൾക്കറിയാം. ബാബ തന്നെയാണ് നിങ്ങളുടെ മാതാവും പിതാവും എല്ലാമാണ്. എന്നാലും നിരാകാരനുമാണ്. നിങ്ങൾ ഒരു ഗുരുവിനെയും അങ്ങ് തന്നെയാണ് മാതാവും പിതാവും സർവസ്വവും എന്ന് ഒരിക്കലും പറയുകയില്ല. ഗുരുവിനെ ഗുരുവെന്നും ടീച്ചറെ ടീച്ചർ എന്നും പറയുന്നു. ബാബയെ മാതാപിത എന്ന് പറയുന്നു. ബാബ പറയുന്നു, ഞാൻ കൽപ്പകൽപ്പം ഒരേ ഒരു തവണയാണ് വരുന്നത്. നിങ്ങളാണ് 12 മാസങ്ങൾക്ക് ശേഷം ജയന്തി ആഘോഷിക്കുന്നത്. പക്ഷെ ശിവബാബ എപ്പോൾ വന്നു, എന്ത് ചെയ്തു, ഇതാർക്കും അറിയുകയില്ല. ബ്രഹ്മ വിഷ്ണു ശങ്കരന്റെയും ജോലി എന്താണെന്ന് അറിയുകയില്ല. കാരണം മുകളിൽ നിന്ന് ശിവന്റെ ചിത്രം എടുത്തു മാറ്റിയിരിക്കുകയാണ്. ഇല്ല എങ്കിൽ ശിവബാബ ചെയ്യുന്നവനും ചെയ്യിപ്പിക്കുന്നവനുമാണ്. ബ്രഹ്മാവിലൂടെ ചെയ്യിപ്പിക്കുന്നു. ഇതും നിങ്ങൾ കുട്ടികളാണ് അറിയുന്നത്. എങ്ങനെ വന്ന് പ്രവേശിച്ച് ചെയ്തു കാണിക്കുന്നു. എന്നിട്ട് സ്വയം പറയുന്നു, നിങ്ങളും ഇങ്ങനെ ചെയ്യൂ. ഒന്ന്, നല്ല രീതിയിൽ പഠിക്കൂ. ബാബയെ ഓർമ്മിക്കൂ. ദൈവിക ഗുണം ധാരണ ചെയ്യൂ. എങ്ങനെയാണോ ഇദ്ദേഹത്തിന്റെ ആത്മാവ് പറയുന്നത്, ഇദ്ദേഹവും പറയുന്നു, ഞാൻ ബാബയെ ഓർമ്മിക്കുന്നു. ബാബയും കൂടെ തന്നെയാണ്. നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്, നമ്മൾ പുതിയ ലോകത്തിന്റെ അധികാരിയായി മാറുന്നവരാണ്. അതുകൊണ്ട് പെരുമാറ്റം, കഴിക്കൽ കുടിക്കൽ എല്ലാം മാറേണ്ടതുണ്ട്. വികാരങ്ങൾ ഉപേക്ഷിക്കണം. പരിവർത്തനം ഉണ്ടാവണം. എങ്ങനെ മാറ്റം ഉണ്ടാകുന്നുവോ, പിന്നെ ശരീരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഉയർന്ന കുലത്തിൽ ജന്മമെടുക്കും. കുലവും നമ്പർ വൈസ് ആയിരിക്കും. ഇവിടെയും വളരെ നല്ല നല്ല കുലത്തിലുള്ളവരുണ്ട്. 4-5 സഹോദരന്മാർ എല്ലാവരും പരസ്പരം ഒരുമിച്ചിരിക്കുന്നു. ഒരു വഴക്കും ഉണ്ടാകുന്നില്ല. നമ്മൾ കാലൻ വിഴുങ്ങാത്ത അമര ലോകത്തിൽ പോവുകയാണെന്ന് ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം. ഭയത്തിന്റെ ഒരു കാര്യവുമില്ല. ഇവിടെയാണെങ്കിൽ ദിനംതോറും ഭയം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പുറത്തിറങ്ങാൻ സാധിക്കില്ല. ഇതുമറിയാം. ഈ പഠിപ്പ് കോടിയിലും ചിലരെ പഠിക്കൂ. ചിലർ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. വളരെ നല്ലതാണെന്ന് എഴുതുകയും ചെയ്യുന്നു. തീർച്ചയായും ഇങ്ങനെയുള്ള കുട്ടികളും വരും. രാജധാനി സ്ഥാപിക്കണമല്ലോ. ബാക്കി കുറച്ചു സമയമാണ് ഉള്ളത്. ആരാണോ ഓർമ്മയുടെ യാത്രയിൽ വളരെ തീക്ഷ്ണമായി പോകുന്നത്, അങ്ങനെയുള്ള കുട്ടികളെ ബാബ വളരെ വളരെ മഹിമ ചെയ്യുന്നു. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഇതിലൂടെ പഴയ കർമ്മക്കണക്ക് ഇല്ലാതാകുന്നു. ചില കുട്ടികൾ ബാബയ്ക്ക് എഴുതുന്നു, ബാബ, ഞങ്ങൾ ദിവസവും ഇത്ര മണിക്കൂർ ഓർമ്മിക്കുന്നുണ്ട്. അപ്പോൾ ബാബയും മനസ്സിലാക്കുന്നു, ഇവർ വളരെ വലിയ പുരുഷാർത്ഥിയാണ്. പുരുഷാർത്ഥം ചെയ്യുക തന്നെ വേണമല്ലോ. അതുകൊണ്ട് ബാബ പറയുകയാണ്, ഒരിക്കലും പരസ്പരം തർക്കിക്കുകയോ വഴക്കടിക്കുകയോ ചെയ്യരുത്. അത് മൃഗങ്ങളുടെ ജോലിയാണ്. തർക്കിക്കുക, വഴക്കടിക്കുക, ഇത് ദേഹാഭിമാനമാണ്. ബാബയുടെ പേര് മോശമാക്കലാണ്. ബാബയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്, സദ്ഗുരുവിനെ നിന്ദിക്കുന്നവർക്ക് ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. സന്യാസിമാർ പിന്നെ തങ്ങളെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. അതിനാൽ മാതാക്കൾ അവരിൽ നിന്ന് എന്തെങ്കിലും ശാപം കിട്ടുമോ എന്ന് ഭയക്കുകയാണ്. നമ്മൾ മനുഷ്യരിൽ നിന്ന് ദേവതയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇപ്പോൾ നിങ്ങൾക്കറിയാം. സത്യം സത്യമായ അമരകഥ കേട്ടുകൊണ്ടിരിക്കുകയാണ്. പറയുന്നു, നമ്മൾ ഈ പാഠശാലയിൽ ശ്രീ ലക്ഷ്മി നാരായണന്റെ പദവി നേടുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ്. വേറെ എവിടെയും ഇങ്ങനെ പറയാൻ സാധിക്കില്ല.
ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതിൽ ഓർമ്മയുടെ പുരുഷാർത്ഥമാണ് മുഖ്യം. പകുതി കൽപ്പം ഓർമ്മിക്കുന്നില്ല. ഇപ്പോൾ ഈ ഒരു ജന്മത്തിലാണ് ഓർമ്മിക്കുന്നത്. ഇതാണ് പരിശ്രമം. ഓർമ്മിക്കണം, ദൈവിക ഗുണം ധാരണ ചെയ്യണം. എന്തെങ്കിലും പാപകർമ്മം ചെയ്യുകയാണെങ്കിൽ 100 മടങ്ങ് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. പുരുഷാർത്ഥം ചെയ്യണം, തന്റെ ഉന്നതി ചെയ്യണം. ആത്മാവ് തന്നെയാണ് ശരീരത്തിലൂടെ പഠിച്ച് വക്കീലും ഡോക്ടറുമൊക്കെ ആവുന്നത്. ഈ ലക്ഷ്മി നാരായണന്റെ പദവി വളരെ ഉയർന്നതാണല്ലോ. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം സാക്ഷാത്കാരം ഉണ്ടാകും. നിങ്ങൾ സർവോത്തമ ബ്രാഹ്മണ കുലഭൂഷണരാണ്, സ്വദർശന ചക്രധാരി. കൽപ്പം മുമ്പും ഈ ജ്ഞാനം നിങ്ങൾക്കാണ് കേൾപ്പിച്ചത്. വീണ്ടും നിങ്ങൾക്ക് കേൾപ്പിക്കുന്നു. നിങ്ങൾ കേട്ട് പദവി പ്രാപ്തമാക്കുന്നു. പിന്നീട് ഈ ജ്ഞാനം അപ്രത്യക്ഷമായി പോകുന്നു. ബാക്കി ഈ ശാസ്ത്രങ്ങളെല്ലാം ഭക്തി മാർഗത്തിലുള്ളതാണ്. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചു കിട്ടിയ മധുരമധുരമായ കുട്ടികളെ പ്രതി മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം. 1. ഉള്ളിൽ തന്റെ പരിശോധന ചെയ്യണം. നമ്മൾ ബാബയുടെ ഓർമ്മയിൽ എത്ര സമയം ഇരിക്കുന്നുണ്ട്? എത്രത്തോളം ദൈവിക ഗുണം ധാരണ ചെയ്യുന്നുണ്ട്? എന്നിൽ യാതൊരു അവഗുണവും ഇല്ലല്ലോ. നമ്മുടെ കഴിക്കൽ കുടിക്കൽ പെരുമാറ്റം റോയലാണോ? വ്യർത്ഥ കാര്യങ്ങൾ പറയുന്നില്ലല്ലോ. അസത്യം പറയുന്നില്ലല്ലോ. 2. ഓർമ്മയുടെ ചാർട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അഭ്യാസം ചെയ്യണം. നമ്മളെല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. ദേഹാഭിമാനത്തിൽ നിന്ന് ദൂരെയിരിക്കണം. തന്റെ ഏകരസ സ്ഥിതി വർദ്ധിപ്പിക്കണം. ഇതിനു വേണ്ടി സമയം നൽകണം. വരദാനം: 5 തത്വങ്ങളെയും 5 വികാരങ്ങളെയും തന്റെ സേവാധാരി ആക്കുന്ന മായാജീത്ത് സ്വരാജ്യ അധികാരിയായി ഭവിക്കട്ടെ. സത്യുഗത്തിൽ വിശ്വമഹാരാജാവിന്റെയും വിശ്വമഹാറാണിയുടെയും വസ്ത്രം പിടിച്ചുകൊണ്ട് ദാസദാസിമാർ പിന്നാലെ നടക്കുന്നത് പോലെ സംഗമയുഗത്തിൽ നിങ്ങൾ കുട്ടികൾ മായാജീത് സ്വരാജ്യ അധികാരിയുടെ ടൈറ്റിലാകുന്ന വസ്ത്രത്താൽ അലങ്കൃതരായി ഇരിക്കുകയാണെങ്കിൽ ഈ 5 തത്വങ്ങളും 5 വികാരങ്ങളും നിങ്ങളുടെ വസ്ത്രം പിടിച്ച് പിന്നാലെ വരും. അതായത് അധീനരാകും. അതിനായി ദൃഢസങ്കല്പത്തിന്റെ ബെൽറ്റ് കൊണ്ട് ടൈറ്റിലിന്റെ വസ്ത്രത്തെ ഉറപ്പിക്കൂ. വ്യത്യസ്തമായ വസ്ത്രങ്ങളുടെയും അലങ്കാരത്തിന്റെയും സെറ്റ് ഉപയോഗിച്ച് ഒരുങ്ങി ബാബയുടെ കൂടെയിരുന്നാൽ ഈ വികാരങ്ങളും തത്വങ്ങളും പരിവർത്തനപ്പെട്ട് സഹയോഗി സേവാധാരി ആയി മാറും. സ്ലോഗൻ: ഏത് ഗുണങ്ങളും ശക്തികളെയുമാണോ വർണ്ണിക്കുന്നത് അതിന്റെ അനുഭവത്തിലേക്ക് മുഴുകൂ. അനുഭവമാണ് ഏറ്റവും വലിയ അതോറിറ്റി. അവ്യക്ത സൂചന: കമ്പൈൻഡ് സ്വരൂപത്തിന്റെ സ്മൃതിയിലൂടെ സദാ വിജയിയാകൂ. ബാബയുടെ കൂടെ സ്വയം കമ്പൈൻഡ് ആണെന്ന് കരുതിയാൽ നശ്വരമായ കൂട്ടുകാരെ ഉണ്ടാക്കുവാനുള്ള സങ്കല്പം സമാപ്തമാകും. കാരണം സർവശക്തിവാനാണല്ലോ കൂട്ടുകാരൻ. സൂര്യനു മുന്നിൽ ഇരുട്ടിന് നിൽക്കാനാവാത്തതുപോലെ സർവശക്തിവാനു മുന്നിൽ മായയുടെ ഒരു വ്യർത്ഥ സങ്കല്പങ്ങളും നിലനിൽക്കുകയില്ല. ശത്രു ആക്രമിക്കുന്നതിനു മുൻപ് ഒറ്റപ്പെടുത്തും. അതിനാൽ ഒരിക്കലും ഒറ്റയ്ക്കായിരിക്കരുത്. ഓം ശാന്തി.